ഹായ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു അച്ഛനും അമ്മയൊക്കെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു റെസിപ്പി റെഡിയാക്കാം. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചിക്കനും ഉണ്ട്. അപ്പോൾ നമുക്കില്ല വയറിൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞാൻ റെസിപ്പി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ചിക്കനകത്തേക്ക് ഉപ്പും പെപ്പറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനും മുട്ടയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റത്തേക്ക് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ ലാൻഡ് ചെയ്തു. സാധാരണ 4:30 വരുന്ന ആൾ ഇന്ന് ഇച്ചിരി നേരത്തെ വന്നു. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം, അറിയത്തില്ല. ഓക്കെ, ദെൻ നമ്മൾ ഈ ചിക്കൻ സ്റ്റീം ചെയ്തെടുത്തതിനകത്തുനിന്ന് ചിക്കൻ മാറ്റി ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു മിക്സിക്കകത്തേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത എഗ്ഗും ഒറിഗാനോയും സാൾട്ടും വെളുത്തുള്ളിയും ചീസും മിൽക്കും പിന്നെ അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ ടേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആ ചിക്കനും നമ്മൾ ഇഷ്ടപ്പെട്ട കുറച്ച് വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാബേജും ഒണിയനും ക്യാരറ്റും ഒക്കെയാണ് എടുത്തേക്കുന്നത്. ഇത്രയും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് അതിന് വേണ്ട എരിവുണ്ടോന്ന് ഉപ്പും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ബ്രെഡ് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് ഇടയിൽ പറയാനുള്ളത്, ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൈയിൽ ഞാൻ ഈ കുക്കിങ്ങുമാണ് ചെയ്യുന്നത്. മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. ഒറ്റയ്ക്കാണ് ഞാൻ ഇതെല്ലാം ഒപ്പിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഈ സാൻഡ്വിച്ച് എല്ലാം റെഡിയായി വെച്ചപ്പം ഒരു കുഞ്ഞിക്കൈ എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ കഴിച്ചു. ഇവൻ്റെ റിവ്യൂ നമുക്ക് ലാസ്റ്റ് കേൾക്കാം. ഇതാണ് ഞങ്ങളുടെ നന്ദൂട്ട്. അപ്പോൾ അച്ഛനും അമ്മയും കഴിച്ചു. അവരോട് ഞാൻ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞപ്പം ഭയങ്കര ആർട്ടിഫിഷ്യലായി അഭിനയിച്ച് തകർത്തതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് തന്നെ റിവ്യൂ പറയിപ്പിക്കാം കേട്ടോ. സൂപ്പറാ.